വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമയുടെ കൊലപാതകം ഹണി ട്രാപ്പിനിടെ ലക്ഷ്യം സാമ്പത്തിക ലാഭം. ഹണി ട്രാപ്പ് ആസൂത്രണം ചെയ്തത് ഷിബിലി എന്നും മലപ്പുറം SP വിശദാംശങ്ങളുമായി ജംഷീർ ചേരുന്നു. ജംഷീർ, കഴിഞ്ഞ ദിവസം ഏറെ ദാരുണമായിട്ടാണ് ഈ ഹോട്ടൽ ഉടമയെ കൊലപ്പെടുത്തിയത്. ഇപ്പോഴത്തെ അതിൽ ലക്ഷ്യം എന്താണ് എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വന്നിരിക്കുന്നു. ഹണി ട്രാപ്പ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഒരുപക്ഷെ ഇത് സംശയത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഈ പ്രതികളെ കേരളത്തിലേക്ക് എത്തിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്? പോലീസിൽ നിന്നും എന്തൊക്കെ വിശദാംശങ്ങൾ കിട്ടുന്നുണ്ട്? ഭദ്ര, ചെന്നൈയിൽ നിന്നും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ഫർഹാനെയും ഷിബിലിയെയും ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തിരൂരിൽ എത്തിച്ചത്. തിരൂർ DYSP ഓഫീസിൽ എത്തിച്ച ഫർഹാനെയും ഷിബിലിയെയും രാത്രി മുഴുവൻ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. രാത്രി മുഴുവൻ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച നിഗമനങ്ങളാണ് അല്പം സമയം മുമ്പ് ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞത്. സാമ്പത്തിക ലാഭം തന്നെയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. ഇതിനായി നേരത്തെയുള്ള പരിചയം മുതലെടുത്ത് ഫർഹാന സിദ്ദിഖിനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഫർഹാനയും ഷിബിലിയും ചേർന്ന് ഹണി ട്രാപ്പ് ആസൂത്രണം ചെയ്യുന്നു. ഇവർക്ക് എല്ലാവിധ സഹായങ്ങളുമായി ഇവരുടെ സുഹൃത്ത്, ഫർഹാനയുടെ കൂടി സുഹൃത്തായിട്ടുള്ള ആഷിഖും ഒപ്പം ചേരുന്നു. ഇങ്ങനെയാണ് സിദ്ദിഖ് 2 റൂമുകൾ ഹോട്ടലിൽ, കോഴിക്കോട് ഡി കാസ ഇൻ എന്ന് പറയുന്ന ഹോട്ടലിൽ 2 റൂമുകൾ സിദ്ദിഖ് എടുക്കുന്നത് ഈ ആവശ്യത്തിന്റെ പേരായിരുന്നു. അതോടൊപ്പം തന്നെ സിദ്ദിഖ് റൂമിലെത്തുന്ന സിദ്ദിഖിനെ നഗ്നനാക്കി ഫോട്ടോ എടുക്കാൻ ഷിബിലിയും ഫർഹാനയും ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിൽ സിദ്ദിഖ് ഇതിനെ എതിർക്കുന്ന സമയത്ത് നേരത്തെ തന്നെ മുൻകൂട്ടി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ട് തന്നെ ഫർഹാന കയ്യിലൊരു ചുറ്റിക കരുതിയിരുന്നു. ചുറ്റിക കൊണ്ട് സിദ്ദിഖിനെ തലക്കടിക്കുന്നു. ഇതേ സമയം തന്നെ കൂടെ ഉണ്ടായിരുന്ന ആഷിഖ് സിദ്ദിഖിനെ നിലത്തിട്ട് നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുന്നു. ഈ ചവിട്ടിനിടയിലാണ് സിദ്ദിഖിന്റെ വാരിയെല്ലിനെ പൊട്ടലേൽക്കുന്നത്. അതോടൊപ്പം ലങ്സിനും തകരാറ് സംഭവിക്കുന്നു. ഇത് 3മാണ് പ്രധാനമായിട്ടും മരണകാരണമായി പോലീസ് പറയുന്നത്. ഹാമർ കൊണ്ട് തലക്കടിക്കുന്നു, ഒപ്പം ചവിട്ടുന്നു. ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ സിദ്ദിഖ് കൊല്ലപ്പെട്ടതോടുകൂടി ആദ്യമേ തന്നെ പ്രതികൾ ഇതെല്ലാം കണക്കുകൂട്ടി ഒരു ട്രോളി ബാഗ് കയ്യിൽ വാങ്ങി വെച്ചിരുന്നു. എന്നാൽ ട്രോളി ബാഗിലാക്കി ഉപേക്ഷിക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു ട്രോളി ബാഗിൽ മൃതദേഹം ഉൾക്കൊള്ളുന്നില്ല എന്ന് കണ്ടതോടെ മൃതദേഹം റൂമിലിട്ട് വീണ്ടും പുറത്തു പോകുന്നു. മാനാഞ്ചിറയിൽ നിന്ന് നേരത്തെ ട്രോളി ബാഗ് വാങ്ങിയ അതേ കടയിൽ നിന്നും മറ്റൊരു ട്രോളി ബാഗ് കൂടി വാങ്ങുന്നു. അതോടൊപ്പം മറ്റൊരു കടയിൽ നിന്നും ഒരു ഓട്ടോമാറ്റഡ് അല്ലെങ്കിൽ മെക്കാനൈസ്ഡ് കട്ടർ കൂടി മേടിക്കുന്നു. മെക്കാനൈസ്ഡ് കട്ടർ കൂടി മേടിച്ചതിന് ശേഷമാണ് കോഴിക്കോട് ടൗണിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം വാങ്ങി വീണ്ടും ഹോട്ടൽ റൂമിലെത്തി ബാത്റൂമിൽ മൃതദേഹം 2ആയി മുറിച്ചതിന് ശേഷം 2 ട്രോളി ബാഗിലാക്കി ഷിബിലിയാണ് കാർ ഓടിച്ച് ആഷിഖിന്റെ നിർദ്ദേശപ്രകാരം അട്ടപ്പാടിയിൽ എത്തിച്ച് അട്ടപ്പാടിയിൽ കൊക്കയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആഷിഖിന് ഈ സ്ഥലം നേരത്തെ പരിചയമുണ്ട് എന്നതുകൊണ്ടാണ് ആഷിഖ് മൃതദേഹം അട്ടപ്പാടിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടി പ്രതികളോട് നിർദ്ദേശിക്കുന്നതും. ഇതിനുശേഷം ഫർഹാനയെ വീട്ടിലാക്കുന്നുണ്ട്. ഇതേ കാറിൽ തന്നെ ഫർഹാനയെ വീട്ടിലാക്കുന്നുണ്ട്. ഇതിനുശേഷമാണ്, അതായത് ഫർഹാനയെ ഒറ്റപ്പാലത്തെ ചളവറയിലുള്ള വീട്ടിലാക്കിയതിനു ശേഷമാണ് കാറ് ചെറുതുരുത്തിയിൽ ഉപേക്ഷിച്ച് പ്രതികൾ മടങ്ങുന്നത്. ഇതിനുശേഷം ഫർഹാനയെ വീണ്ടും സംഭവം കേസാകുന്നു എന്ന് കണ്ടതോടുകൂടി ഫർഹാനയെ വീണ്ടും വീട്ടിൽ നിന്ന് പുറത്തെത്തിക്കുന്നു. ഇതിനുശേഷം ചെന്നൈയിലേക്ക് രക്ഷപ്പെടുന്നു. ചെന്നൈയിൽ നിന്നും ജാർഖണ്ഡിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയായിരുന്നു ചെന്നൈയിൽ നിന്ന് RPFന്റെ കൂടെ സഹായത്തോടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാനമായും സാമ്പത്തിക ലാഭം തന്നെയായിരുന്നു ഈ പ്രതികളുടെ ലക്ഷ്യം എന്നാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള S. സുജിത്ദാസ് പറഞ്ഞത്. ഇതിന് ഉപോത്ബലകമായിട്ട് പോലീസ് പറയുന്ന കാര്യങ്ങൾ ഫർഹാനയുടെ പിതാവും സിദ്ദിഖുമായിട്ട് പരിചയമുണ്ടായിരുന്നു. ഇതുവഴി ഫർഹാനയ്ക്കും സിദ്ദിഖുമായിട്ട് നല്ല പരിചയവും അടുപ്പവും ഉണ്ടായിരുന്നു. ഈ അടുപ്പം മുതലെടുത്താണ് ഫർഹാന
ഷിബിലിയെ സിദ്ദീഖിന്റെ ഹോട്ടലിൽ ജോലിക്ക് കയറ്റുന്നത്. ഇതിനുശേഷമാണ് ഈ അടുപ്പം മുതലെടുത്ത് സിദ്ദീഖിനെ ഹോട്ടൽ റൂമിലേക്ക് വിളിപ്പിക്കുകയും നഗ്നനാക്കി ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിനിടെ പ്രത്യാക്രമണം ഉണ്ടാവുകയും അല്ലെങ്കിൽ എതിർക്കുന്ന സമയത്ത് ഹാമർ ഉപയോഗിച്ച് തലക്കടിച്ച് ഒപ്പം ഷിബിലിയുടെയും ആഷിഖിന്റെയും കൂടെ സഹായത്തോടെ ചവിട്ടിയും തലക്കടിച്ചും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം രണ്ടായി മുറിച്ച് 2 ട്രോളി ബാഗിലാക്കി അട്ടപ്പാടിയിൽ ഉപേക്ഷിക്കുന്നത്. ചെന്നൈയിൽ 24-ാം തീയതിയാണ് വൈകുന്നേരത്തോടു കൂടി ഇവർ ചെന്നൈയിൽ എത്തുന്നത്. അതിനുശേഷമാണ് ചെന്നൈയിൽ നിന്നും രക്ഷപ്പെട്ടു പോകാനുള്ള ശ്രമത്തിനിടെയാണ് ഈ അറസ്റ്റ് ഉണ്ടായത് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. ഭദ്ര. ജംഷീർ, ഈ പ്രതി, അതായത് ഈ ഫർഹാനയെ ഇവർ വീട്ടിലേക്ക് ആക്കി എന്ന് പറയുന്നുണ്ട്. ഈ കൊലപാതകത്തിന് ശേഷം വീട്ടിലേക്ക് ആക്കി എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ ഫർഹാനയെ കാണാനില്ല എന്നുള്ളൊരു പരാതി പോലീസിൽ നൽകിയിരുന്നു. ഈ ഫർഹാന കുറെ സ്വർണമൊക്കെയായി മുങ്ങി എന്നുള്ള രീതിയിലൊക്കെ പരാതികളൊക്കെ ഉയരുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഫർഹാനയുടെ കുടുംബത്തിന്റെ ഒരു പ്രതികരണം കൂടി ലഭ്യമാകേണ്ടതല്ലേ? കാരണം കുറച്ച് ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് ഫർഹാന വീട്ടിലേക്ക് എത്തുന്നത്. ഭദ്ര, ഫർഹാനയെ ഈ പ്രതികൾ സംഭവത്തിന് ശേഷം വീട്ടിലെത്തിക്കുന്നുണ്ട്. ഇതിനുശേഷം 23-ാം തീയതിയോടുകൂടെയാണ് ഫർഹാനയെയും കൂട്ടി പ്രതികൾ ചെന്നൈയിലേക്ക് രക്ഷപ്പെടുന്നത്. ഇതിനിടയിൽ തന്നെ ആദ്യമേ തന്നെ ഈ കയ്യിലുണ്ടായിരുന്ന തെളിവുകൾ, അതായത് രക്തം തുടയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ള തുണി അടക്കമുള്ള തെളിവുകളും ഇവർ മറ്റൊരു സ്ഥലത്ത് ഡംപ് ചെയ്തതായിട്ട് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നില്ല. ഫർഹാനയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ പോലീസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൊലപാതകത്തിൽ ഇനി ആർക്കെല്ലാം പങ്കുണ്ട്, മറ്റാരുടെയെങ്കിലും സഹായങ്ങൾ പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ടോ, കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ, അതുപോലെ എന്നീ കാര്യങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡംപ് ചെയ്തിട്ടുള്ള തെളിവുകൾ, പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഡംപ് ചെയ്തിട്ടുള്ള തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾക്കാണ് പോലീസ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഈ കാര്യങ്ങൾക്ക് ശേഷമായിരിക്കും മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ അതിനുശേഷമായിരിക്കും നടക്കുക. ജംഷീർ, മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് ഈ ഫർഹാന ഷിബിലിക്കെതിരെ നേരത്തെ ഒരു പരാതി നൽകിയിരുന്നു. 2021-ലാണ് ആ പരാതി നൽകുന്നത്. ഒരു പോക്സോ കേസാണ് നൽകിയിട്ടുള്ളത്. അന്ന് ഈ പെൺകുട്ടിക്ക് 13 വയസ്സുള്ളപ്പോൾ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു പ്രതിയാണ് ഈ ഷിബിലി. ഈ പ്രതിയും ഈ വാദിയും ഇപ്പോൾ ഒന്നായിക്കൊണ്ടാണ് ഈ ഒരു കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അത് നമ്മൾ നോക്കേണ്ടതുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. കാരണം ഇവർ രണ്ടുപേരും അയൽവാസികളാണ്, അല്ലെങ്കിൽ അടുത്തടുത്ത വീടുകളുള്ള ആളുകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സൂചന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ? ഭദ്ര, 2021-ൽ ഫർഹാന തന്നെയാണ് ഒരു പോക്സോ കേസ് ഷിബിലിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നത്. ആ പോക്സോ കേസിൽ ഷിബിലിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ അന്വേഷണവും നടന്നിട്ടുണ്ട്. കേസിൽ ഷിബിലി അറസ്റ്റിലായിട്ടുമുണ്ട്. ഇതിനുശേഷം ഇവർ തമ്മിൽ പരിചയത്തിലാവുകയും ഇതേ ഫർഹാന തന്നെയാണ് സിദ്ദീഖിനോട് ശുപാർശ ചെയ്ത് ഷിബിലിക്ക് ഹോട്ടലിൽ ജോലി വാങ്ങി നൽകുന്നതും. ഈ വക വിഷയങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ പോക്സോ കേസുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നില്ല എന്നതാണ് വസ്തുത. ഈ നിലവിൽ പോലീസ് അന്വേഷിക്കുന്ന കാര്യം പ്രതികൾ ഏതെല്ലാം തരത്തിൽ പ്രതികൾ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻപ് സാമ്പത്തികമായി പ്രതികൾ സിദ്ദീഖിനെ ചൂഷണം ചെയ്തിട്ടുണ്ടോ, മറ്റ് സാമ്പത്തിക ഇടപാടുകൾ കൊലപാതകത്തിന് മുൻപേ ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് മറ്റൊരു കേസാണ്. ആ കേസ് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് നോക്കണം. അതിനുശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പോലീസ് നടത്തുകയുള്ളൂ. നിലവിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭദ്ര. ശരി ജംഷീർ, കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമയുടെ കൊലപാതകം ഹണി ട്രാപ്പ് ആണെന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് പോലീസ്. ലക്ഷ്യം സാമ്പത്തിക ലാഭം തന്നെയാണ്. ഹണി ട്രാപ്പ് ആസൂത്രണം ചെയ്തത് ഷിബിലിയും ഫർഹാനയും ചേർന്നുകൊണ്ടാണ്. അതേസമയം
ഇയാളെ കൊലപ്പെടുത്തിയത് ചുറ്റുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയത് ഫർഹാനെയാണ് എന്നും മലപ്പുറം SP നൽകുന്നുണ്ട് വിശദാംശങ്ങളിൽ. അതേസമയം ഈ പ്രതികളെ ഇപ്പോൾ സ്ഥലത്തെത്തി തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്നും അറിയാനുണ്ട്. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. ഈ ഫർഹാനയുടെ നിർദ്ദേശപ്രകാരമാണ് ഷിബിലിക്ക് ഹോട്ടലിൽ ജോലി നൽകിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് സിദ്ദിഖും ഫർഹാനയും തമ്മിൽ മുൻപ് പരിചയമുണ്ടോ, അവർ തമ്മിൽ ഏത് തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടന്നു വരുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജംഷീർ.